ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും യൂട്യൂബിലേക്കാണേലും സേവ് ദ ഡേറ്റ് ബാക്കിയുള്ള ഗിഫ്റ്റിൻ്റെ ആണെങ്കിലും VN-ലാണ് കേട്ടോ എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ VN ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട വീഡിയോ ഒക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തു വെച്ച വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേണ്ട വീഡിയോ ഒക്കെ സെലക്ട് ചെയ്ത് ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് തന്നെ നമ്മുടെ വീഡിയോൻ്റെ വോളിയം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് അപ്ലൈ ടു ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നിലും പോയിട്ട് അതിൻ്റെ വോളിയം കുറയ്ക്കേണ്ട ആവശ്യമില്ല. എന്തും കോമൺ ആയിട്ട് ചെയ്യേണ്ടതിന് അപ്ലൈ ടു ഓൾ എന്നാണ് അടിച്ചു കൊടുക്കുന്നുള്ളത്. വീഡിയോക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ട എഫക്റ്റ് ആണെങ്കിലും വോളി ആണെങ്കിലും എന്താണെങ്കിലും അപ്ലൈ ടു ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിലും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഓരോ ക്ലിപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കട്ട് ചെയ്യുക. ചില സ്ഥലത്തൊന്ന് സൂമാക്കി കൊടുക്കേണ്ടിയൊക്കെ വരും. ബാക്ക്ഗ്രൗണ്ടൊക്കെ മൊത്തത്തിലൊന്ന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്റ്റ് വരുന്ന പൊസിഷനിലേക്കൊന്ന് സൂം ചെയ്തിട്ട് കൊടുക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് നമ്മൾ പൊതുവെ എങ്ങനെയാണോ സൂമാക്കുക 2 ഫിംഗർ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് വീഡിയോ സ്ലോ ആക്കാനും ഫാസ്റ്റ് ആക്കാനും നമുക്ക് താഴെ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ ആ ഒരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അതിലും 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് കർവ് അങ്ങനെ, പിന്നെ ജസ്റ്റ് സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും കാണും. അപ്പോൾ നമുക്ക് ഇവിടെ 2 തരത്തിൽ നമുക്ക് സ്ലോ അതുപോലെ ഫാസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും കാണുന്നത് പോലെ മൊത്തത്തിലൊന്ന് സ്ലോ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ വീഡിയോക്ക് നല്ല അടിപൊളി ഒരു അട്രാക്ഷൻ കൊടുക്കുന്നുള്ളത്. അതെന്ന് വെച്ചാൽ കേവായിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന ഒരു ഭാഗം മാത്രം സ്ലോ ആക്കാം, ഇന്നൊരു ഭാഗം മാത്രം ഫാസ്റ്റ് ആക്കാം, അങ്ങനെയുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പം പെട്ടെന്ന് സ്ലോ അതുപോലെ പെട്ടെന്ന് ഫാസ്റ്റ് അത് വരുമ്പോൾ വീഡിയോയുടെ മൊത്തത്തിലുള്ള ലുക്ക് ഒന്ന് മാറും. അപ്പം ഇത് കണ്ടോ, ഈ ഒരു പ്രിസെറ്റ് എന്നുള്ളതിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം സ്പീഡാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ താഴെയാണെങ്കിൽ സ്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് നോക്കിയിട്ട് എവിടെ സ്പീഡ് വേണം എവിടെ സ്ലോ വേണം എന്നൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ കറക്റ്റ് അറേഞ്ച്മെൻറ്റിലല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെടുത്ത വീഡിയോ ക്ലിപ്സൊക്കെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് ആവശ്യമില്ലാത്ത ക്ലിപ്സൊക്കെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ എന്തായാലും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന എഡിറ്റ് അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇപ്പം കറക്റ്റ് അറേഞ്ച്മെൻറ്റിലല്ല ഉള്ളതെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട പ്ലേസിൽ കൊണ്ടുവെക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു VN എന്നുള്ളൊരു ആപ്പ് ഭയങ്കര ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾക്ക് അറിയേണ്ടതൊന്നുമില്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു കേവായിട്ട് സെറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല, ബാക്കിയൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും പറയുന്നത് പോലെ. ഇനി ചിലപ്പോൾ ഇതിൻ്റെ താഴെയും കമൻറ്റ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പണ്ട് അറിയുന്നതാണെന്നൊക്കെ. ഞാൻ എപ്പോഴും അറിയാത്ത എന്നോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എല്ലാ വീഡിയോയിലും ഇത്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പം എത്രത്തോളം ഡ്യൂറേഷൻ ആ ഒരു ക്ലിപ്പിന് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ സ്പ്ലിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിൽ വേണ്ടാത്ത പാർട്സ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. ആ ഒരു ഡിലീറ്റ് എന്ന് കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു പോർഷൻ ഈ ഒരു വീഡിയോ ഒന്ന് ഡിലീറ്റ് ആയിട്ട് പോകുന്നതാണ്. അപ്പം എഡിറ്റ് ചെയ്തതിന് ശേഷവും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഇത്രത്തോളം ഡ്യൂറേഷൻ ഇതിന് ആവശ്യമില്ല അല്ലെങ്കിൽ ഇത്രത്തോളം ഇതാവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോ ഒന്ന് സെറ്റായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും. അപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പൊതുവെ കൊടുക്കുകയാണെങ്കിൽ സൂം ടു എന്നുള്ള ഓപ്ഷൻസാണ് കൊടുക്കൽ.
അത് അപ്ലൈ ടു ഓൾ ഞാൻ കൊടുക്കാറില്ല. റിപ്പീറ്റായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസ്, അപ്പം അടുത്തടുത്ത് തന്നെ ആ ഒരു ഓപ്ഷൻ വരുമ്പോൾ കാണാൻ കുറച്ചൊരു ബോറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് അപ്ലൈ ടു ഓൾ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ ഇടവിട്ട് വരുന്ന ക്ലിപ്പിൽ ചിലപ്പം കൊടുക്കാറുണ്ട്, ചിലപ്പം കൊടുക്കാറുമില്ല. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് ലൈക്കായതെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിനി ഓരോ ക്ലിപ്പിലേക്കും എഫക്ട്സ് കൊടുക്കാൻ പറ്റും. അതിന് താഴെ എഫ് എക്സ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്നോ രണ്ടോ ഓപ്ഷൻസൊക്കെ എഫക്ട്സ് ഒക്കെ കൊടുക്കുന്നത് വീഡിയോ നല്ല അട്രാക്ഷൻ ആവും. ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു വീഡിയോയിലേക്ക് നമ്മളുടെ വാട്ടർമാർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ടാപ്പ് ടു ആഡ് സ്റ്റിക്കർ ഓർ PP എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നുള്ളത്. അവിടെ നിന്ന് നമുക്ക് വേണ്ട ഇമേജ് ഏതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എൻ്റെ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബ്ലെൻഡിങ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ മൾട്ടിപ്ലൈ ആണ് ഞാൻ കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലെൻഡിങ് എന്നുള്ള ഓപ്ഷനിൽ പോവാതെ തന്നെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതേ എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നുള്ളത്. അതിനുശേഷം നമുക്കവിടെ ആഡ് ടു ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമ്മുടെ ഇൻസ്റ്റാ നെയിമും കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോണ്ട് സ്റ്റൈൽ ഏതാണെന്ന് വെച്ചാൽ അതും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് വീഡിയോൻ്റെ ഫുള്ളായിട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു നമുക്കവിടെ കാണാൻ പറ്റും. അതൊന്ന് ഫുള്ളായിട്ടൊന്ന് വീഡിയോൻ്റെ എൻഡ് വരെ എത്തിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് സോങ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള സോങ്ങൊക്കെ ക്രാഫ്റ്റ് എന്നുള്ളൊരു ഫയലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ എന്നുള്ള സോങ് എടുക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്റ്റ് ഫ്രോം വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു ഫയലിലേക്ക് സേവ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സോങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വീഡിയോയിൽ നിന്ന് സോങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് വേണ്ട സോങ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് നമുക്ക് സേവ് ആക്കിയിട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ അതിൽ നിന്ന് സോങ് മാത്രം എടുക്കാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് ഈ ഒരു സോങ് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഫയലിൽ പോയിട്ട് സേവ് ചെയ്ത് കുറച്ച് ഡിഫിക്കൽട്ടാണല്ലോ. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് 100% ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് വേറെ ആപ്പിലേക്കൊന്നും പോകാൻ പാടില്ല. അതിനുശേഷം ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ എഡിറ്റിംഗ് ഇവിടെ ഓക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് എന്തെങ്കിലും എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീൻസ് അതിൻ്റെ കളേഴ്സൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു VNൽ തന്നെ ആ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐഫോണൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല നിങ്ങളുടെ അടുത്ത് ഐഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് ഐഫോണിൽ തന്നെയുള്ള എഡിറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്താൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നമ്മളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പൊതുവെ എഡിറ്റ് ചെയ്യാറുള്ളത് ഈ നമ്മുടെ എഫക്ട്സിൽ 4ാമത്തെ ഓപ്ഷനാണ്. അതിനുശേഷം ബ്ലാക്ക് പോയിൻറ്റും അതുപോലെ എക്സ്പോസറൊക്കെ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കും. ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ എഡിറ്റിംഗ് വരുന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് റെക്കമെൻഡ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടിപൊളി വീഡിയോസായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.